ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. അവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസിൻസ്, 3 tablespoon golden raisins, 3 tablespoon tutti frutti, 3 tablespoon cashews, 3 tablespoon badam, 3 tablespoon strawberries, 3 tablespoon blackberries എന്നിവ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു സീവ് എടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പട്ടയും ചുക്കും പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാറ്റി വെക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായി മെൽറ്റായി ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മാറ്റി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് റെഡിയായിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് റെഡിയാക്കാനുള്ള പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 45 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ലപോലെ ചൂടാറിയ ശേഷം കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നന്നായി കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.